സൂപ്പറാണ്. അമ്മു ചേച്ചി സൂപ്പറാണ്. ഇത് മണിപ്പൂറുകാരനാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വോട്ടിനെ കുറിച്ച് സംസാരിക്കാനല്ല, ഇന്ന് നമ്മുടെ ആദിക്കുഞ്ഞിൻ്റെ കല്യാണ നിശ്ചയമാണ്. ഒരു ഹായ് കേട്ടോ. എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് പുട്ടടിച്ച് വന്നേക്കുന്നതാ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ആദിക്കുഞ്ഞിൻ്റെ കല്യാണ നിശ്ചയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറിയതാണ്, പക്ഷേ വേർക്കാൻ തുടങ്ങിയ കാരണം ഡ്രസ്സൊക്കെ ഊരിയിട്ടു ഗൈസ്. അപ്പോഴത്തേക്കും എവിടെ നമ്മുടെ കൊച്ചെവിടെ ആദ്യക്കുട്ടി അവിടെ റെഡി ആയിട്ട് ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. കാണിച്ചിട്ടാണ് കല്യാണപ്പെണ്ണ് എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള അടിപൊളിയല്ലേ? കല്യാണം കഴിക്കണതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു ഇതാണ്. ഇതിലേക്ക് കാലെടുത്ത് വെച്ചാ ഇനി അവൻ എങ്ങനെയുണ്ട് നോക്കിട്ട് പറയാ. ഞങ്ങളുടെ ക്ലബിലോട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ക്ലബിലോട്ട് എത്താൻ പോകുന്ന അടുത്ത ആളാണ് കേട്ടോ. ആളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇവിടെ ഫുൾ അലമ്പായിരുന്നു ഇന്നലെയൊക്കെ. ഇതൊക്കെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു ഗൈസ്. ഇനി അവിടെ എന്തായിരിക്കും എന്ന് അറിയാൻ പാടില്ല. നമുക്ക് വഴിയെ കാണാം കേട്ടോ. നമുക്കിനി നേരെ അമ്മുക്കുച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മക്കുട്ടി നമുക്ക് നോക്കിട്ട് വരാവേ. അപ്പൊ അമ്മുക്കുട്ടി ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. നോക്കാവേ. ഹൈ, റെഡിയായോ? അമ്മ റെഡിയാവുന്നു. ഇതാണ് കേട്ടോ നമ്മളെ ഒരുക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യ ചേച്ചി എന്നാ മതി. ആര്യന്നല്ലേ ചേച്ചിയുടെ പേര്? ആര്യ എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. ചേച്ചി അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി നമ്മുടെ പെണ്ണിനെ ഒരുക്കും, പുള്ളിക്കാരൻ ചെറുക്കനെ ഒരുക്കും അല്ലേ? സുന്ദരി, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഹായ്, ഇതൊക്കെ കൂട്ടുകാരികളാണ് കേട്ടോ ആരതിയുടെ. അപ്പോൾ നമ്മുടെ ആര്യക്കുട്ടി നല്ല സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പിന്നെ പപ്പയൊക്കെ ആയിട്ട് ഇന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം പപ്പയായിട്ട് ഇന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കയറി അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. രക്ഷയില്ല, ഫുള്ള് ക്രൗഡാണ്. അപ്പം ഞാനും അമ്മുക്കുട്ടിയും പയ്യെ പുറത്തോട്ട് വന്നു കേട്ടോ 2 റീൽസ് എടുക്കാനായിട്ട്. പിന്നെ റീൽസ് മയമായിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. നമ്മൾ ഇവിടെ വെച്ചിട്ടല്ല കണ്ടോ, വീട്ടിൽ 12 ഇട്ടിട്ടില്ല കേട്ടോ. ആരുടെ പിള്ളേരൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണാണ് കേട്ടോ. അതെ, അവരെത്തി കേട്ടോ അവിടെ. അപ്പൊ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മുക്കുട്ടിയുണ്ട്, അമ്മയുണ്ട്, കല്യാണപ്പെണ്ണൊക്കെ നേരെ പുറകിലുണ്ട് കേട്ടോ. കല്യാണം അല്ല, നിശ്ചയപ്പെടുന്നു. ഓഡിറ്റോറിയത്തിലോട്ട് പോകും. അപ്പോൾ അതെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയം അല്ല, ഇത് ചെറിയ ട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ നിശ്ചയം ഇരിക്കുന്ന ഒരു സംഭവം ഇതാണ് കേട്ടോ. എന്തെങ്കിലും ആളത്തിനും പറഞ്ഞാ എന്തെങ്കിലും പറഞ്ഞു. എന്ത് പറയാനാ? ഒന്നുമില്ല പറയാൻ. സൂപ്പറാണ്. അമ്മു ചേച്ചി സൂപ്പറാണ്. നമ്മള് പണ്ടേ സൂപ്പറാണല്ലോ. നമ്മളെ അങ്ങനെ നമ്മുടെ അഞ്ചുമ്മയുടെ ചിരിയും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആര്യക്കുട്ടി സ്റ്റേജിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കയറി നമ്മുടെ ചെറുക്കനുമായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബെഡുമാമ വന്നു. ബെഡുമാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊങ്ങിണി ഭാഷയിൽ പൂജാരി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ ആര്യക്കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ വക ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. നമുക്കതൊന്ന് കാണാവേ. അങ്ങനെ നമ്മുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ ചടങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഇനി മോതിരമാറ്റമാണ്.
എൻ്റെ ചൂടിൻ്റെ കാര്യമൊന്നും പറയാനല്ലോ, ഭയങ്കര ചൂടാണ്. വേർത്ത് കൂടി ചാപ്പാട് അലമ്പായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഫുഡ് വന്ന കാരണം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒതുക്കുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ചെറുക്കൻ. എങ്ങനെയുണ്ട് കുഴഞ്ഞിരിക്കുവാണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാമോ? കല്യാണം കഴിക്കാൻ പോകുന്ന ഒന്നും പറയില്ല. ഈ ചൂടുള്ള സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാൻ പോയത് അതാണ് പറയുന്നത്. ഇത് മണിപ്പൂറുകാരനാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണ്. പേരെങ്ങനെ പോടാ? ഫറൂഖ് അബ്ദുല്ല. പഞ്ച് നെയിമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം ഫുള്ള് ഒതുങ്ങി കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ എല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അതെ, അമ്മുക്കുട്ടി ഇവിടെയുണ്ട്. ചൂട് കാരണം ആപ്പാടെ വെന്ത് സീനായിട്ടിരിക്കണേ. സൂര്യൻ്റെ ഈ കൊടും താപത്തിൽ ഞങ്ങൾ അവശരാണ് അല്ലേ? അവശരാണ് ഞങ്ങൾ ഒന്നും പറയാനില്ല. എൻ്റെ ഗായ്സ് വല്ലാത്ത അവസ്ഥയാണ്. ഫുള്ള് നേരത്തെ കാണിച്ച പോലെ തന്നെ ചൂട് കൊണ്ട് അലമ്പായി. അതെ, ഞങ്ങൾ ഉദ്ദേശിച്ചാലും അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത്തെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമൊക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? ഇനി എന്താ? ഇനി റെസ്റ്റാണ്. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകുക, ഈ സാധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചിടുക. അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലും തീർന്നിട്ടില്ല. എന്നാലും ഇവിടെ കുറേ സാധനങ്ങൾ ഇനി ഇവിടെ ധാരാളം ഒതുക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ടുണ്ട്. അയ്യോ, എന്താകുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.